ഹായ്, എസ് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ പാർട്ട്ണർ നമ്മളോട് പറയാതെ തന്നെ പ്രതീക്ഷിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അവർ ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങൾ. അതായത് നമ്മളടുത്ത് ഓപ്പണായിട്ട് പറയില്ല, പക്ഷേ നമ്മൾ അങ്ങനെ അവരോട് പെരുമാറണം എന്നൊക്കെ ഭയങ്കരമായിട്ടുള്ള ഒരു ആഗ്രഹം അവർക്ക് ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ നമ്മളോട് പറയാതെ ഒരു പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധയും പരിഗണനയുമാണ്. അതായത് ഇപ്പൊ നമുക്കൊന്ന് വയ്യാന്ന് തോന്നിക്കഴിഞ്ഞാൽ അവരെന്നോട് ചോദിക്കുമായിരിക്കും, അത് ശ്രദ്ധിക്കുമായിരിക്കും എന്നൊക്കെ നമ്മുടെ പാർട്ട്ണർ ചിന്തിക്കാറുണ്ട്. ഇത് പലപ്പോഴും ഇവിടെ വരുന്ന ഒരു പ്രശ്നം എന്താണെന്നുള്ളത് അറിയോ? വയ്യാന്നുള്ളത് നമുക്ക് മനസ്സിലായാലും ചിലപ്പോൾ നമുക്കത് ചോദിക്കാൻ പറ്റിയെന്ന് വരില്ല. അതല്ലെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് കെയർ ചെയ്തൊന്നും വരില്ല. നമ്മുടെ തിരക്ക് കാരണം ഇനിയിപ്പോൾ ചോദിച്ചാലും നമുക്ക് അവരെ കെയർ ചെയ്യാൻ പറ്റിയെന്ന് വരണം എന്നില്ല. അപ്പൊ അവർക്കത് ഭയങ്കര നെഗറ്റീവ് ആവും. കാരണം അവരെ ഏറ്റവും കൂടുതൽ ആ സമയത്ത് ആഗ്രഹിക്കുന്നുണ്ടാവുക നമ്മുടെ ഒരു കെയറിങ് ആണ്. മാത്രമല്ല, നമ്മൾ അവരോട് ഇങ്ങനെ ചോദിക്കുന്ന സമയത്തൊന്ന് കെയർ ചെയ്യുമ്പോഴാണ് അവരെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളത് അവർക്ക് ഫീൽ ചെയ്യുള്ളൂ. അപ്പൊ നമ്മൾ അങ്ങനെ ചോദിക്കാതിരിക്കുക, അല്ലെങ്കിൽ വലിയ രീതിയിൽ കെയർ ചെയ്യാതിരിക്കുന്ന സമയത്ത് അവർക്ക് ഭയങ്കര ഒരു നിരാശ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പൊ സാധാരണ എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യം തന്നെയാണ് ശ്രദ്ധയും പരിഗണനയും ഒക്കെ. അതിപ്പോ അവർക്ക് വയ്യാതിരിക്കുക എന്നുള്ളതിലല്ല. ഇപ്പൊ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും തോന്നുന്നൊരു കാര്യം ഞാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നല്ലൊരു ഡ്രസ്സ് ഇട്ട് വരുന്ന സമയത്ത് നമ്മൾ അവരെ നോക്കിയിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ എന്ന് പറയുന്നത് ഒരു തരം ശ്രദ്ധയും പരിഗണനയുമാണ്. അത്തരത്തിൽ എല്ലാ കാര്യങ്ങളിലും നമ്മൾ അവരെ പരിഗണിക്കുന്നുണ്ടെന്നും അവരെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുന്നുണ്ട് എന്നും അവർക്ക് ഫീൽ ചെയ്യണം. അത് അവരെ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. രണ്ടാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സമയം നൽകുക എന്നുള്ളതാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിലൊന്നാണ് ടൈം എന്ന് പറയുന്നത്. സമയം പോയി കഴിഞ്ഞാൽ തിരികെ വരില്ല എന്നുള്ളത് നമ്മൾ പറയാറുണ്ട്. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, അന്ന് ഞാൻ അവളോടൊന്ന് സംസാരിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അവനോട് ചെറുതായിട്ടെങ്കിലും എൻ്റെ ഈഗോ മാറ്റി വെച്ച് ഒന്ന് ക്ഷമിച്ചിരുന്നെങ്കിൽ ഓക്കെ ആകുമായിരുന്നു എന്നുള്ളത്. ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ സമയത്ത് മനസ്സിലാക്കില്ല. ആ ഒരു ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത്. അത് കഴിഞ്ഞ് കഴിയുമ്പോഴാണ് പലപ്പോഴും നമുക്ക് തന്നെ ഒരു പശ്ചാത്താപം തോന്നുന്നത്, ഞാൻ അന്ന് അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എന്നുള്ളത്. അതെല്ലാ കാര്യത്തിലും അങ്ങനെയാണ്. ഇപ്പോൾ നമ്മുടെ പാർട്ട്ണർ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്ര തിരക്കിലാണെന്നുണ്ടെങ്കിലും അവർക്ക് നമ്മൾ ടൈം കൊടുക്കുക, അവരോട് സംസാരിക്കുക എന്നുള്ളതാണ്. നമ്മളങ്ങനെ സംസാരിക്കാതിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ചെറിയ രീതിയിലെങ്കിലും ഒഴിവ് സമയം കിട്ടുമായിരിക്കും, ആ സമയത്ത് പോലും നമ്മൾ അവരെ ചെറിയ രീതിയിൽ പരിഗണിക്കാതിരിക്കുമ്പോൾ, അല്ലെങ്കിൽ വിളിക്കാതിരിക്കുമ്പോൾ, അന്വേഷിക്കാതിരിക്കുന്ന സമയത്ത് അവർക്ക് വളരെയധികം വിഷമം ഉണ്ടാവും. കാരണം അവരുടെ ലോകം ചിലപ്പോൾ നമ്മളായിരിക്കും. അപ്പോൾ നമ്മളെ ചുറ്റിപ്പറ്റിയിട്ടായിരിക്കും അവർ ജീവിക്കുന്നുണ്ടാവുക. അപ്പൊ നമ്മളുടെ ഒരു കോളോ മെസ്സേജ് അവർക്ക് ഉണ്ടാക്കുന്ന സന്തോഷം എത്രത്തോളം ആണെന്നുള്ളത് ഒരുപക്ഷെ നമുക്കത് ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റണമെന്നില്ല. കാരണം നമ്മൾ ചിലപ്പോൾ അങ്ങനെ അവരെ ചുറ്റിപ്പറ്റി ജീവിക്കുന്ന ഒരാളാവണം എന്നില്ല, പക്ഷെ അവരങ്ങനെ ആയിരിക്കാം. അപ്പോൾ പിന്നീട്, അതായത് നമ്മളിപ്പോൾ അങ്ങനെ അവരെ വിളിക്കാതിരിക്കുമ്പോൾ, അവരെക്കുറിച്ച് അന്വേഷിക്കാതിരിക്കുമ്പോൾ, അതങ്ങനെ കുറേ നാൾ നീണ്ടു പോകുമ്പോൾ അവരുടെ നിരാശ വലുതാവും. അങ്ങനെ ആവുമ്പോൾ ചിലപ്പോൾ അവർ നമ്മളെ വിട്ട് പോകാം, നമ്മളെ വേണ്ട എന്ന് വെക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. ആ ഒരു സമയത്ത് നമ്മൾ അന്ന് സംസാരിച്ചിരുന്നെങ്കിൽ, ഇടയ്ക്കെങ്കിലും ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ, ഒരു മെസ്സേജ് അയച്ചിരുന്നെങ്കിൽ അവരെന്നെ വിട്ട് പോവില്ലായിരുന്നു എന്ന് ചിന്തിച്ചത് കൊണ്ട് യാതൊരു കാര്യമില്ല. അതുകൊണ്ട് നമ്മൾ പറ്റുന്ന സമയത്തൊക്കെ അവരോട് സംസാരിക്കാനും അവരെ ശ്രദ്ധിക്കാനും ഒക്കെ നോക്കുക എന്നുള്ളതാണ്. അപ്പൊ രണ്ടാമത്തെ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ സമയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സമയം നൽകുക, അങ്ങനെ നമ്മൾ അവർക്ക് സമയം കൊടുക്കണം എന്നുള്ളതാണ് അവർ ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഒരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അവരിപ്പോ എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ പെട്ടിരിക്കുകയാണെന്ന് വിചാരിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ അവരെന്തെങ്കിലും ഒരു വിഷമത്തിലാണെന്ന് വിചാരിക്കാം. ഈ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രസൻസ് അവരിൽ അറിയിക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ അവർ പറയുന്ന കാര്യം കേട്ടിരിക്കുക. ഒരു ഉള്ളില് ഒരു ഭാരം കൊണ്ട് നടക്കുന്ന ഒരാൾക്ക് ആ ഭാരം ഒതുക്കി വെക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു മാർഗം എന്ന് പറയുന്നത് ആരോടെങ്കിലും തുറന്ന് സംസാരിക്കുക എന്നുള്ളതാണ്. അതിനൊരാളെ കിട്ടണം എന്നുള്ളതാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. അവരങ്ങനെ എന്തെങ്കിലുമൊക്കെ വിഷമിച്ച് ഇരിക്കുന്ന ഒരു സമയമാണെന്നുണ്ടെങ്കിൽ അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുക നിങ്ങളോട് ആ കാര്യം പറയണം, അല്ലെങ്കിൽ കേൾക്കാൻ നിങ്ങൾ ഉണ്ടാവണം എന്നുള്ളതാണ്. നിങ്ങൾ നിങ്ങളുടെ തിരക്കും കാര്യങ്ങളും പറഞ്ഞിട്ട് ഇങ്ങനെ ഒഴിഞ്ഞു മാറി പോവുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു ഭാരം കുറച്ചുകൂടി കൂടുന്നേ ഉള്ളൂ, കുറയ്ക്കാൻ പറ്റണം എന്നില്ല. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത്, അവരെന്തെങ്കിലുമൊക്കെ വിഷമം പറയുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും കാര്യം പറയുന്നുണ്ടെങ്കിൽ അത് കേൾക്കുക, അത് കേട്ടിരിക്കാൻ മനസ്സ് കാണിക്കുക. അതിന് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലുള്ള സൊല്യൂഷൻസ് കൊടുക്കണം എന്നൊന്നുമില്ല. അങ്ങനെ ചെയ്യണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ടാവില്ല, കേൾക്കണമെന്നേ വിചാരിക്കുന്നുണ്ടാവുള്ളൂ. അതുകൊണ്ട് കേട്ടിരിക്കുക. അവരെന്തെങ്കിലും സംസാരിക്കാൻ വരുന്ന സമയത്ത് ഫോൺ നോക്കിയിരിക്കുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക, കുക്ക് ചെയ്യുക, ഇതൊന്നും ചെയ്യരുത്. അവരെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണ്, അതായത് നിങ്ങൾ ബാക്കിയെല്ലാം മാറ്റിവെച്ച് അവർ പറയുന്ന കാര്യം കൃത്യമായി കേൾക്കുകയാണ് എന്നാണ് അവർക്ക് തോന്നേണ്ടത്. അങ്ങനെ നിങ്ങൾ പെരുമാറാൻ ശ്രമിക്കുക. അതായത് നല്ല രീതിയിൽ അവരെ കേട്ടിരിക്കുക. അത് അവരാഗ്രഹിക്കുന്ന മറ്റൊരു കാര്യമാണ്. ഇനി നാലാമത്തെ ഒരു കാര്യം എന്താണെന്നുള്ളത് അറിയോ? ബഹുമാനം നൽകുക എന്നുള്ളത്.
പലപ്പോഴും പല ആളുകളിലും വരുന്ന ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് എങ്ങനെയാണ് ബഹുമാനിക്കേണ്ടതെന്ന് പോലും അറിയുന്നില്ല എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഇന്നത്തെ തലമുറയിൽ അല്ലെങ്കിൽ ഇന്നത്തെ ജനറേഷനിൽ കുറേ പേർക്കൊക്കെ അത് അറിയാം. ഇപ്പോൾ നമ്മൾ പരസ്പരം ഡാ പോടാ അല്ലെങ്കിൽ എടി എന്നൊക്കെ വിളിക്കുന്നുണ്ടെങ്കിൽ, പേര് വിളിക്കുന്നുണ്ടെങ്കിൽ പോലും ഒരു ബഹുമാനം, റെസ്പെക്ട് കീപ്പ് ചെയ്യുന്ന ആളുകളാണ് കുറേ പേരും തോന്നുന്നു. പക്ഷേ കുറേ പേർക്ക് അതിപ്പോഴും കഴിയാറില്ല. ഇപ്പോൾ നമ്മൾ പലരും ചെയ്യുന്ന വലിയൊരു മിസ്റ്റേക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ നമ്മുടെ പാർട്ട്ണറോട് അതിപ്പോൾ എത്ര ആൾക്കാർ ചുറ്റുമുണ്ടെന്ന് പോലും നോക്കാണ്ട് അങ്ങനെ ചൂടാവുക എന്നുള്ളതാണ്. ദേഷ്യപ്പെടും. അപ്പോൾ അവർക്കത് എങ്ങനെ ഫീൽ ചെയ്യും, അവർക്ക് എത്രത്തോളം അപമാനമായിരിക്കും അതെന്നുള്ളത് നമ്മൾ ആലോചിക്കാറില്ല. പിന്നെ നമ്മൾ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ വിചാരിക്കും എൻ്റെ പാർട്ട്ണറല്ലേ ക്ഷമിച്ചോളും എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കുക, 4 ആൾ കൂടി നിൽക്കുന്നിടത്ത് അവരെ അപമാനിച്ച നിങ്ങളോട് അവർക്ക് എങ്ങനെ ക്ഷമിക്കാൻ പറ്റും? ചിലപ്പോൾ അവർ ക്ഷമിക്കാം, പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു കരട് ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. അപ്പോൾ അതെന്ന് പറയുമ്പോൾ നിങ്ങളുടെ ബന്ധത്തെ ഇല്ലാതാക്കുന്നതാണ്. സോ നിങ്ങൾ രണ്ടുപേരും ഒറ്റയ്ക്കാവുന്ന സമയത്ത് നിങ്ങൾ എങ്ങനെയാണ് എന്നുള്ളതിലല്ല കാര്യം. അവിടെയും നിങ്ങൾ സ്നേഹത്തോടെ ആയിരിക്കണം കേട്ടോ. എവിടെയാണെന്നുണ്ടെങ്കിലും ബഹുമാനവും സ്നേഹവും ഉണ്ടായിരിക്കണം. പക്ഷേ മറ്റുള്ളവർ കൂടി നിൽക്കുന്നിടത്ത് നിങ്ങൾ വളരെ നന്നായിട്ട് വേണം അവരോട് പെരുമാറാനായിട്ട്. കാരണം അതൊരിക്കലും അവർ മറക്കില്ല നിങ്ങൾ അവരോട് പെരുമാറുന്നത്. ഇപ്പം നിങ്ങൾക്ക് ബാക്കിയുള്ള ആളുകളോട് നിങ്ങളുടെ പാർട്ട്ണറെ കുറിച്ച് ഒന്ന് പുകഴ്ത്തിയൊക്കെ പറയാം, അതുകൊണ്ടൊരു പ്രശ്നമല്ല. അപ്പോൾ അവരെന്തെങ്കിലുമൊക്കെ വാങ്ങി തന്നിട്ടുണ്ട്, ചെയ്തു തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതുമായി കണക്ട് ചെയ്ത് നിങ്ങൾക്ക് ബാക്കിയുള്ള ആളോട് സംസാരിക്കാം. അതൊക്കെ അവർക്ക് നിങ്ങളോടുള്ള ഇഷ്ടം കൂട്ടുന്ന കാര്യമാണ്, അവർ ആഗ്രഹിക്കുന്ന കാര്യമാണ്. നിങ്ങൾ മറ്റുള്ളവരോട് അവരെക്കുറിച്ച് ഒന്ന് പുകഴ്ത്തി സംസാരിക്കണം. അവർ നിങ്ങളുടെ ഭാഗ്യമാണെന്ന് പറയണം എന്നുള്ളതൊക്കെ. അങ്ങനെയൊക്കെ നിങ്ങൾ പറയും. ഇപ്പം നിങ്ങൾ വിചാരിക്കും അങ്ങനെ പറയാൻ തോന്നണ്ടേ എന്നൊക്കെ, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ടായിരിക്കും. നിങ്ങൾ അങ്ങനെ ഒന്ന് പറഞ്ഞു നോക്ക്. പിന്നീട് അവർ നിങ്ങളോട് പെരുമാറുന്ന രീതി കുറച്ച് വ്യത്യസ്തമായിരിക്കും, വളരെ സ്നേഹത്തോടെ ആയിരിക്കും. അപ്പം നിങ്ങൾക്ക് വീണ്ടും വീണ്ടും അങ്ങനെ പറയാൻ തോന്നും എന്നുള്ളതാണ്. അങ്ങനെ പറയാനുള്ള അവസരങ്ങൾ അവരായിട്ട് തന്നെ ഉണ്ടാക്കും. അപ്പോൾ ബഹുമാനം എപ്പോഴും ഉണ്ടായിരിക്കണം നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ട്ണറോട്. 5-മതൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്നേഹം പ്രകടിപ്പിക്കുക എന്നുള്ളതാണ്. നമ്മൾ അവരുടെ അടുത്ത് എന്തെങ്കിലുമൊക്കെ ഒരു മോശമായിട്ട് പെരുമാറിയെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ അവരെ വിഷമിപ്പിച്ചെന്ന് വിചാരിക്കാം. എന്നിട്ട് നമ്മൾ പറയാണ്, അറിയാലോ എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറയുന്നതിൽ കാര്യമില്ല. അതിനേക്കാളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മൾ അവരോട് മോശമായിട്ട് പെരുമാറാതിരിക്കുക എന്നുള്ളതാണ്. നമ്മളുടെ സ്നേഹം കാണിക്കാനുള്ള കുറേ വഴികളുണ്ട്. അത് ചിലപ്പോൾ ക്ഷമിച്ചിട്ടായിരിക്കാം, അതല്ലെങ്കിൽ ചിലപ്പോൾ നല്ല വാക്കുകൾ പറഞ്ഞാൽ അത് ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട് കേട്ടോ. കൂടുതലായിട്ടും പ്രവൃത്തിയിലൂടെ അത് ഇഷ്ടപ്പെടുന്നവരുണ്ട്, അതേപോലെ വാക്കുകളിലൂടെ ഇഷ്ടപ്പെടുന്നവരും ഉണ്ട്. അപ്പം അവരെങ്ങനെയാണ് അത് ആഗ്രഹിക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് അവരോട് പെരുമാറുക. നമ്മൾ അതായത് മോശമായിട്ട് പെരുമാറിയിട്ട് സ്നേഹത്തോടെ സംസാരിച്ചിട്ടും കാര്യമില്ല. ഒരേ രീതിയിൽ തന്നെ നിങ്ങൾ സ്നേഹത്തോടെ പെരുമാറുകയും സ്നേഹത്തോടെ സംസാരിക്കുകയും ചെയ്യും. അപ്പോഴാണ് അവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അതല്ലാതെ 2 തല്ലും കൊടുത്തിട്ട് എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. അങ്ങനെയുള്ള ഒരാളെ ആവില്ല അവർ ആഗ്രഹിക്കുന്നുണ്ടാവുക. അങ്ങനെ ആവില്ല, അങ്ങനത്തെ ഒരു പാർട്ട്ണർ വേണമെന്നാവില്ല അവർ ചിന്തിക്കുന്നുണ്ടാവുക. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് സ്നേഹം തന്നെ പ്രകടിപ്പിക്കുക എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് അവരോടുള്ള ഇഷ്ടം അത് തുറന്ന് പ്രകടിപ്പിക്കുക. കുറേ വഴികളുണ്ട് ഞാൻ പറഞ്ഞതുപോലെ. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അവരെങ്ങനെ ആഗ്രഹിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കുകയാണ്. ഇത് മനസ്സിലാക്കാൻ കഴിയില്ല എന്ന് തോന്നുന്ന ആളുകൾ അവർ നിങ്ങളോട് എങ്ങനെ പെരുമാറുന്നു, അവർ എങ്ങനെയാണ് അവരുടെ സ്നേഹം പ്രകടിപ്പിക്കുന്നത് എന്നുള്ളതൊന്ന് നോക്കിയാൽ മതി. ആ രീതിയിലായിരിക്കും അവർ തിരിച്ച് സ്നേഹം ആഗ്രഹിക്കുന്നുണ്ടാവുക. അപ്പം അങ്ങനെ നിങ്ങൾ തിരിച്ചു കൊടുക്കുക. എന്തുതന്നെയാണെങ്കിലും സ്നേഹം പ്രകടമായി കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് എല്ലാ ആളുകളും. സോ പ്രകടമായിട്ട് തന്നെ അത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കാം. ഇനി ലാസ്റ്റ് പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാധാന്യം നൽകുക എന്നുള്ളതാണ്. നിങ്ങളുടേതായിട്ടുള്ള കുറേ തീരുമാനങ്ങളുണ്ടായിരിക്കും, നിങ്ങളുടേതായിട്ടുള്ള ജീവിതങ്ങളുണ്ടായിരിക്കും. ഇവിടെയൊക്കെ നിങ്ങൾ അവർക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കണം. നിങ്ങൾ ഓരോ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുമ്പോഴും അവർക്കൊരു പ്രാധാന്യം കൊടുക്കുക, അവരോട് ചോദിക്കുക, ഒരു ഒപ്പീനിയൻ ചോദിക്കുക. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഓക്കെ ആകുമോ, അല്ലെങ്കിൽ എന്താണ് നിന്റെ അഭിപ്രായം എന്നുള്ളത് അവരോട് ചോദിക്കാം. ഇത് അവരെ നിങ്ങൾ അത്രത്തോളം വിലമതിക്കുന്നുണ്ട്, പ്രാധാന്യം തരുന്നുണ്ട് എന്നൊരു തോന്നൽ അവരിൽ ഉണ്ടാക്കും. അങ്ങനെയാകുമ്പോൾ അവർക്കത് വളരെയധികം സന്തോഷമാകും എന്നുള്ളതാണ് വാസ്തവം. സോ ബാക്കിയുള്ള ആളുകളോട് നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയോട് ചോദിക്കുന്നുണ്ടായിരിക്കും, നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ചോദിക്കുന്നുണ്ടായിരിക്കും. അതിനേക്കാളൊക്കെ മുന്നേ അവരോട് നിങ്ങൾ ചോദിക്കുക എന്നുള്ളതാണ്. അവർക്ക് കുറച്ചുകൂടി പ്രാധാന്യം നിങ്ങൾ കൊടുക്കുക. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്കും അവർ അതേ രീതിയിലുള്ള പ്രാധാന്യം തരാനായിട്ട് തുടങ്ങും. അപ്പോൾ അവരാഗ്രഹിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇമ്പോർട്ടൻസ് കിട്ടണം എന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങളാണ് സാധാരണ പാർട്ട്നേഴ്സ് പറയാതെ തന്നെ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇതല്ലാതെ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ടായിരിക്കാം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതാകുമ്പോൾ എനിക്കും മനസ്സിലാവും, മാത്രമല്ല അത് വായിക്കുന്ന ആളുകൾക്ക് കൂടി അത് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പോൾ എന്തായാലും ഇന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാക്കുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ, നിങ്ങളുടെ ജീവിതത്തിലൊന്നും പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ മനോഹരമായിട്ട് തന്നെ പോവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്